നമ്മ സി എം വിജയുടെ ദളപതി വിജയുടെ ആസ്തി എത്രയാണെന്ന് നമുക്ക് നോക്കിയാലോ. തമിഴ് സിനിമയിലെ ദളപതി ഇനി രാഷ്ട്രീയത്തിലേക്കും വലിയ എൻട്രി. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രം, വിജയുടെ ആസ്തി എത്ര? സിനിമയിൽ നിന്ന് കോടികൾ സമ്പാദിച്ച താരം, ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റുകൾ, ആഡംബര വീടുകൾ, ലക്ഷറി കാറുകൾ, ഇതൊക്കെയാ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നടൻ കൂടിയായ രാഷ്ട്രീയ നേതാവുമായ വിജയ് ഏകദേശം നെറ്റ്വർത്ത് നമുക്ക് നോക്കാം. തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് വിജയ്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിനിമയ്ക്ക് മാത്രമായി അദ്ദേഹം വാങ്ങുന്ന പ്രതിഫലം 200 കോടിയിലധികമാണ്. അതായത് ഒരു സിനിമ തന്നെ അദ്ദേഹത്തിന് വൻ വരുമാനമാണ് നൽകുന്നത്. ഇതിനു പുറമെ നിരവധി ബ്രാൻഡുകളുടെ പരസ്യങ്ങളിലും വിജയ് എത്താറുണ്ട്. അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് വരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം നെറ്റ്വർത്ത് ഏകദേശം 650 കോടി രൂപയാണെന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചെന്നൈയിലെ നീലങ്കര ഭാഗത്ത് വിജയ്ക്ക് അത്യാധുനിക ബംഗ്ലാവുണ്ട്. സിനിമാ താരങ്ങളുടെ വീടുകളിൽ ഏറ്റവും സ്റ്റൈലിഷ് വീടുകളിൽ ഒന്നാണ് അത് പറയപ്പെടുന്നു. അതുമാത്രമല്ല, ലക്ഷറി കാറുകൾ വലിയ ശേഖരം വിജയ്ക്കുണ്ട്. അതിലുൾപ്പെടുന്നവർ റോൾസ് റോയ്സ് ഗോസ്റ്റാണ്. പിന്നെ BMW X5, ഓഡി A8, മിനി കൂപ്പർ, മെഴ്സിഡസ് ബെൻസ് G ക്ലാസ്. ഇവിടെ മൊത്തം വില തന്നെ കോടികളാണ്. അതേസമയം വിജയ് വളരെ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ പിന്തുടരുന്ന ആളാണെന്ന് ആരാധകർ പലപ്പോഴും പറയുന്നു. വലിയ പബ്ലിസിറ്റികൾക്കും വിവാദങ്ങൾക്കും അദ്ദേഹം പോകാത്ത താരമാണ് അദ്ദേഹം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ജനപ്രീതി കൂടുതൽ ഉയർന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഭാവി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവായിരിക്കും വിജയ് എന്ന് ചർച്ചകൾ ശക്തമാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആസ്തി ഇതൊന്നുമല്ലെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 2000 കോടി രൂപയോളം ആസ്തി ഉണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ ബോധിപ്പിച്ച റെക്കോർഡിലാണ് 650 കോടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനൗദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 2000-ന് മേളിൽ കോടി ആസ്തിയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ വിജയ് നല്ലൊരു CM ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിജയ് വന്നപ്പോൾ പല മാറ്റങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യശാലകൾ പൂട്ടി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയെ പോലെ നല്ലൊരു മുഖ്യമന്ത്രി നമുക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.